വെൽക്കം ടു QA ഫോക്കസ്. ഇന്ന് നമ്മൾ ലോസ് ഓഫ് മോഷനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പല വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പല വർഷങ്ങളായിട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിക്കുന്നത് ഡിഫറെൻറ്റ് വേയിലായിരിക്കും. ചിലപ്പോൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ മാത്രമായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ എഴുതാനായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഡയഗ്രം വരയ്ക്കാനായിരിക്കും. എന്തായാലും നിർബന്ധമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് കാണും. നമ്മളിപ്പം പ്രൊജക്റ്റൈൽ മോഷനകത്ത് പറയത്തില്ലേ, അതിനകത്ത് മാക്സിമം ഹൈറ്റ്, റേഞ്ച്, അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എല്ലാ എക്സാമിനും കാണും. അതേപോലെ തന്നെ ഉറപ്പായിട്ടും ലോസ് ഓഫ് മോഷനകത്ത് അല്ലെങ്കിൽ ഫ്രിക്ഷനകത്തുനിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ബാങ്കിങ് ഓഫ് റോഡ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാക്കാം ഇതിൻ്റെ അകത്തുനിന്ന്. ഓക്കെ, തുടങ്ങിയേക്കാം. വാട്ട് ഈസ് മെൻ ബൈ ബാങ്കിങ് ഓഫ് റോഡ്? എന്താണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്? അതായത് വളവുകളിൽ, കർവിൽ, നമ്മൾ റോഡിൻ്റെ വളവ് വരുന്ന ഭാഗത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തെ എഡ്ജിനെക്കാട്ടിലും കുറച്ച് പൊങ്ങിയിട്ടായിരിക്കും ഔട്ടർ എഡ്ജ് വരുന്നത്. ഇത് ഇന്നർ എഡ്ജ്, അകത്ത് വരുന്ന പാർട്ട്. ആ വളവിൻ്റെ കൂടുതൽ വീതി വരുന്ന ആ പാർട്ടുണ്ടല്ലോ, ആ ഏരിയയിൽ നോക്കുവാണെങ്കിൽ അവിടെ റോഡ് ഒരല്പം പൊങ്ങിയിട്ടായിരിക്കും വരുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. ബാങ്കിങ് ഓഫ് റോഡ്, അതായത് വളവിൽ നോക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത് ലെവല്. അപ്പം വെഹിക്കിൾ എപ്പോഴും ഒരു ചെറിയൊരു കർവിലായിട്ടായിരിക്കും നിൽക്കുന്നത്. ഇങ്ങനെയായിരിക്കും വെഹിക്കിൾ എപ്പോഴും പോകുന്നത് കർവിലെത്തുമ്പോൾ. അപ്പോൾ അവിടെ നമ്മളൊരു ഹൊറിസോണ്ടൽ ലെവൽ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ അവിടുത്തെ ഹൊറിസോണ്ടൽ ലെവൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ലെവലിൽ നിന്ന് ആ വെഹിക്കിൾ എപ്പോഴും ഒരു തീറ്റ ആംഗിൾ എബോവ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. കിട്ടിയോ? ഇതിനെയാണ് എന്ത് പറയുന്നത്? ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? ബാങ്കിങ് ഓഫ് റോഡ് എന്താന്ന് ചോദിച്ചാൽ എന്തെഴുതും? ദി ഔട്ടർ എഡ്ജ് ഓഫ് ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് ഈസ് റേസ്ഡ്, ഒരല്പം പൊങ്ങിയായിരിക്കും നിൽക്കുന്നത്. എ ലിറ്റിൽ എബോവ് inner edge. The outer edge of the road is raised a little above the inner edge. എന്തിനു വേണ്ടിയിട്ടാണ്? വണ്ടി സ്കിഡ് ചെയ്യാതിരിക്കാനായിട്ട്, തെന്നിപ്പോകാതിരിക്കാനായിട്ട്, സ്പീഡിൽ വരുമ്പോഴത്തേക്കും മറിഞ്ഞു പോകാതിരിക്കാനായിട്ട്, അതിനായിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെക്കാട്ടിലും ഒരല്പം ഹൈറ്റിൽ പണിയുന്നത്. അപ്പം above the inner edge to avoid skidding. ഇതിനെയാണ് എന്ത് പറയുന്നത്? ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഈസ് കോൾഡ് BR. എന്തോ BR? ബാങ്കിങ് ഓഫ് റോഡ്. എക്സാമിന് BR എന്ന് എഴുതരുതേ, ബാങ്കിങ് ഓഫ് റോഡ് എന്ന് തന്നെ എഴുതണം കേട്ടോ. BR എന്ന് എഴുതിയേക്കരുത്. ഓക്കെ. The outer edge of the road is raised a little above the inner edge to avoid skidding is called banking of road. Clear? ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. Sketch the schematic diagram of vehicle on a banked road and mark the various forces acting on it. ബാങ്ക്ഡ് റോഡിൽ നിൽക്കുന്ന ഒരു വണ്ടിയിലേക്ക്, ഒരു വെഹിക്കിളിലേക്ക് ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോഴ്സിൻ്റെ ഡയഗ്രാം വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. വരച്ചു നോക്കാം. നമ്മൾ ഈ പാർട്ട് നമ്മൾ ഇതേപോലെ എടുത്ത് താഴോട്ട് വരയ്ക്കുവാണേ. ഇതാണ് ഹൊറിസോണ്ടൽ ലെവല്.
ഹൊറിസോണ്ടൽ ലെവലിൽ നിന്ന് ഒരു തീറ്റ ആംഗിൾ എബോയിലാണ് നമ്മുടെ വെഹിക്കിൾ നിൽക്കുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് എം ജി എന്ന് പറയുന്നത് നേരെ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ ആണോ? എം ജിക്ക് എപ്പോഴും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ആരുണ്ടാവും? നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരല്പം ചരിഞ്ഞല്ലേ നിൽക്കുന്നത്, നേരെയല്ലല്ലോ നിൽക്കുന്നത്, ഒരല്പം ചരിഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഒരല്പം ചരിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, അതായത് ഇതിന് വരയ്ക്കുന്ന നോർമലും ഒരല്പം ചരിഞ്ഞിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇനി ടയറിനും റോഡിനും ഇടയ്ക്ക് അവിടെ എന്തുണ്ടാവും? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പം ടയറിനും റോഡിനും ഇടയ്ക്കായിട്ട് ഇവിടെ ആര് ആക്ട് ചെയ്യുന്നുണ്ടാവും? ഒരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ ആണോ? ഇനി ഇവിടുത്തെ ഈ നോർമലിനെ ഞാൻ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുകയാണ്. വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും. വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ട് രണ്ടായിട്ട് ഞാൻ റിസോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നേരെ മുകളിലോട്ട് വരും. നേരെ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഇതിന് പാരലായിട്ട് നേരെ വരുന്നതായിരിക്കും. ഓക്കെ, സെറ്റ്, വരച്ചു. ഇനി ഈ പറയുന്ന ഇത് മാത്രമായിട്ട് നോക്കിക്കേ. ഈ ഗ്രീൻ ലൈൻ കണ്ടോ? ഈ ഗ്രീൻ ലൈൻ, ദെൻ ബ്ലാക്ക്, ദെൻ ബ്ലാക്ക്. ഈ ഏരിയ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ വരുന്ന ഈ ആംഗിൾ, ഇത് തീറ്റ ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? തീറ്റ തന്നെയായിരിക്കും അല്ലേ? ഈ ആംഗിളും തീറ്റ തന്നെയായിരിക്കും. ഇങ്ങനെ വരച്ചാൽ ഇത് തീറ്റ ആംഗിൾ ആണെങ്കിൽ ഇതും ആര് തന്നെയാണ്? തീറ്റ തന്നെയാണ് അല്ലേ? ഇതും തീറ്റ ആംഗിൾ ആയിരിക്കും. ഇത് തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും എന്ത് തന്നെയാണ്? തീറ്റ തന്നെയാണ്. തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്നത് എപ്പോഴും കോസ് കമ്പോണൻ്റ് ആയിരിക്കും. നമ്മൾ നോർമലിനെ അല്ലേ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്തത്. അപ്പോൾ ഇതിന് എന്തെഴുതാം? എൻ കോസ് തീറ്റ. അപ്പോൾ തീറ്റയെന്നും അകന്ന് കിടക്കുന്ന കമ്പോണൻ്റ് ആരായിരിക്കും? സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് എൻ സൈൻ തീറ്റ. ക്ലിയർ ആയോ? ഇനി ഇവിടെ ഫ്രിക്ഷൻ എഫ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഫ്രിക്ഷനെയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റുമായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് കണ്ടോ, ഇതല്ലേ ഫ്രിക്ഷൻ്റെ ലൈൻ? ഇതേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഈ ലൈനിൽ കൂടി നേരെ താഴേക്ക് ആക്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇതായിരുന്നു. ഇതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുമ്പം ഒരു കമ്പോണൻറ്റ് ഇങ്ങനെയും വരും, ഒരെണ്ണം ഇങ്ങനെയും വരും. ഇങ്ങനെ വരുന്നത് ആരുടെ ലൈനിൽ തന്നെയാണ്? എൻ സൈൻ തീറ്റയുടെ സെയിം ലൈനിൽ തന്നെയാണ്. ഇങ്ങനെ വരുന്നത് ആരുടെ ലൈനിൽ തന്നെയാണ്? എം ജിയുടെ ലൈനിൽ തന്നെയാണ്. ഇപ്പം ക്ലിയർ ആയോ? ഓക്കെ, ഇനി നോക്കിക്കേ. തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്നതല്ലേ? തീറ്റയ്ക്ക് അടുത്താണെങ്കിൽ ഇതാരായിരിക്കും? എഫ് കോസ് തീറ്റ. തീറ്റയ്ക്ക് അടുത്ത് വരുന്നത് കോസ് കമ്പോണൻറ്റ്. തീറ്റയിൽ നിന്ന് അകന്ന് വരുന്നത് ആരാ? എഫ് സൈൻ തീറ്റ. അപ്പം നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം തന്നെ വരച്ച് പഠിക്കണേ. ഒരു പേപ്പറും പെന്നും കൂടി എടുത്തിട്ട് അല്ലെങ്കിൽ പെൻസിൽ എടുത്തിട്ട് ഒപ്പം തന്നെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ഇങ്ങനെ വരച്ച് നോക്കണം. അത് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം തന്നെ ഒന്ന് വരയ്ക്കാൻ നോക്കണം.
അപ്പോൾ നമുക്ക് ഡൗട്ട് വരും, പെട്ടെന്ന് ഒരു കൺഫ്യൂഷനൊക്കെ പെട്ടെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഒന്നും കൂടി നോക്കി ക്ലിയർ ചെയ്യണം. എന്നിട്ട് പിന്നെയും ഒന്നും കൂടി വരച്ച് നോക്കണം. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് തറവാവും. പിന്നെ ഒരു പ്രാവശ്യം കൂടി വരയ്ക്കണം. അപ്പോൾ സെറ്റാവും. ഓക്കെ. സെക്കൻഡ് ടൈം വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ഒരു ഐഡിയ കിട്ടും. തേർഡ് ടൈം വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആവും. ഭംഗിയായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ. ഭംഗിയായിട്ട് മീൻസ് തെറ്റില്ലാതെ വരയ്ക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ അടുത്ത പാർട്ട് നോക്കിക്കേ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം അലൗഡ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ. വണ്ടി സ്കിഡ് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം എത്ര സ്പീഡിൽ വരെ ആ റോഡിൽ കൂടി ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും എന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്കായിരുന്നു, സെക്കൻഡ് 1 മാർക്കായിരുന്നു, തേർഡ് 2 മാർക്കാണ്. ടോട്ടൽ നമുക്ക് 4 മാർക്ക് സെക്യൂർ ആക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ. ഒത്തിരി വർഷം റിപ്പീറ്റഡ് ആണ്. ഇതിപ്പം 2011 ഇത് ചോദിച്ചിട്ടുണ്ട്. 11 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനാണ് കണ്ടത്. അതുപോലെ തന്നെ പല വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആണ്. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കും. ചിലപ്പോൾ ഡെറിവേഷൻ ചോദിക്കില്ല, അതിന് പകരം ചോദിക്കുന്നത് ഇക്വേഷൻ നേരിട്ട് എഴുതാനായിരിക്കും. അങ്ങനെ ചിലപ്പോൾ ഇതിൻ്റെ ബാങ്കിങ് ഓഫ് റോഡ് എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്, എന്നിട്ട് നേരിട്ട് ഡെറിവേഷനിലേക്കായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ സ്കെച്ച് ദ ഡയഗ്രം എന്നായിരിക്കും ചോദിക്കുന്നത്, എന്നിട്ട് അതിൻ്റെ കൂടെ ആയിരിക്കും ഡെറിവേഷൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോബ്ലം ഇതിൻ്റെ കൂടെ കയറി ചോദിക്കാം. വാല്യൂസ് എല്ലാം തന്നിട്ട് നമുക്കൊരു പ്രോബ്ലമായിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ നമ്മൾ നേരിട്ട് വാല്യൂസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ പാർട്ടിലേക്ക് എൻ്റർ ചെയ്യാം. ഡെറിവേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഫിഗർ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഫിഗർ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബൈഹാർട്ട് ചെയ്യുന്നവർക്ക് ബൈഹാർട്ട് ചെയ്യാം. പക്ഷേ ലാസ്റ്റ് ഫൈനൽ എക്സാം വരുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം കൂടി ബൈഹാർട്ട് ചെയ്യാൻ പോയാൽ നമ്മൾ ഓർത്തിരിക്കത്തില്ല. കൺഫ്യൂഷനാകും, ഭയങ്കര സ്ട്രെസ്സാകും, പല കാര്യങ്ങളും നമ്മൾ മറന്നു പോയതായിട്ട് തോന്നും, നമുക്ക് ഒത്തിരി ടെൻഷനാകും. അതിലും നല്ലത് കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതി തന്നെ പഠിച്ചു പോകുന്നതാണ്. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്ത് നോക്കാം. താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ആരൊക്കെയാണ്, മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്. ഈ താഴോട്ടുള്ള ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും. ക്ലിയർ ആണോ? താഴേക്കുള്ളതിനെ ബാലൻസ് ചെയ്യുന്നത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഫിഗറിൽ ഇല്ല. ഇവിടെ താഴോട്ട് എഫ് സൈൻ തീറ്റയും എം ജി ഉണ്ട്. അതിനെ ബാലൻസ് ചെയ്യുന്നത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന എൻ കോസ് തീറ്റയാണ്. പക്ഷെ ഇവിടെ ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്നത് എൻ സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും ആണ്. പക്ഷെ അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് നമ്മളിവിടെ വരച്ചിട്ടില്ല. ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഫോഴ്സ് നമ്മൾ വരച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം എപ്പോഴും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ വണ്ടി സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം. എങ്കിൽ മാത്രമേ അതിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ. ആ ഫോഴ്സ് ആരായിരിക്കും? ആ ഫോഴ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് വരാൻ കാരണം എന്താ? ഒരു കർവ്ഡ് പാത്തിൽ കൂടിയല്ലേ മൂവ് ചെയ്യുന്നത്, വളവല്ലേ. വളവെന്ന് വെച്ചാൽ ഒരു സർക്കിളിൻ്റെ പാർട്ടല്ലേ. ഇപ്പോൾ ഒരു കർവിൽ കൂടി മൂവ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു സർക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്യുമ്പം സെൻറ്ററിൽ നിന്നും ആ ഒബ്ജക്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആരായിരിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും. ശരിയാണോ? സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? mv²/r. വി വെലോസിറ്റി, എം മാസ്, r ഈ കർവ്ഡ് പാത്തിൻ്റെ റേഡിയസ് ഓഫ് ദിസ് കർവ്ഡ് പാത്ത്. ക്ലിയർ? റേഡിയസ് ഓഫ് ദിസ് കർവ്ഡ് പാത്ത്. അപ്പം ഈ രണ്ട് ഫോഴ്സിനെ ബാലൻസ് ചെയ്യാനായിട്ട് ആ റോഡിൻ്റെ വളവിൽ നിന്നും സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കൊന്ന് എഴുതാം. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ആരൊക്കെയാ? എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ. ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് സെൻറ്ററിലേക്ക് ആരുണ്ട്? mv²/r. ഇക്വേഷൻ നമ്പർ 1.
അടുത്ത ഇനി ഇവിടെ ബാലൻസ് ചെയ്യുന്ന ഫോഴ്സുകൾ ആരൊക്കെയാന്ന് നോക്കാം. എൻ കോസ് തീറ്റയുണ്ട്, അതിന് ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എഫ് സൈൻ തീറ്റയും എം ജിയും ആണ് അല്ലേ. നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് അങ്ങ് എഴുതിയേക്കാം ഈക്വൽ ടു എഫ് സൈൻ തീറ്റ പ്ലസ് എം ജി. ഇവിടെ നമുക്ക് എഫ് സൈൻ തീറ്റ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നേക്കാം. എന്തിനാന്ന് ചോദിച്ചാൽ സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിനല്ല, അത് വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി ചെയ്യേണ്ടത് ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ആണ്. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് അതേപോലെ ഡിവൈഡ് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡും അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരൊക്കെയുണ്ട്? എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ബൈ മൈനസ് എഫ് സൈൻ തീറ്റ. ക്ലിയർ ആണോ? ഇവിടെ ആരാ ഉള്ളത്? എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡഡ് ബൈ എം ജി. നോക്കി ഇവിടെ എം വി സ്ക്വയർ ബൈ ആർ ബൈ എം ജി എന്ന് വെച്ചാൽ എം ജി ബൈ 1 എന്നല്ലേ മീനിങ്. ഇതിനെ നമുക്ക് എം വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 ബൈ എം ജി എന്ന് വരില്ലേ. എമ്മും ക്യാൻസൽ ആകും, ബാക്കി എന്ത് കിട്ടും? വി സ്ക്വയർ ബൈ ആർ ജി. ശരിയാണോ? ഓക്കെ. വി സ്ക്വയർ ബൈ ആർ ജി. ഇവിടെ ആരുണ്ട്? എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ബൈ, ഒരു മാറ്റവും ഇല്ല, അത് അതേപോലെ തന്നെ എഴുതുന്നു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എൻ കോസ് തീറ്റ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇത് എൻ ആണ്, ഇവിടെ എൻ കോസ് തീറ്റ ആണ്, ഇത് എൻ ആണ്. ഞാൻ എഴുതിയതിൻ്റെ മിസ്റ്റേക്കാണ്. എൻ കോസ് തീറ്റ, എൻ കോസ് തീറ്റ. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എല്ലാ ടേംസിനെയും എൻ കോസ് തീറ്റ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്തെഴുതാം? ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. എഴുതുമ്പോൾ ഫുള്ളും എഴുതണം, ഞാൻ ഷോർട്ടാക്കി എഴുതുന്നു എന്നേ ഉള്ളൂ. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എൻ കോസ് തീറ്റ. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് നോക്കിക്കേ. ജസ്റ്റ് എൻ സൈൻ തീറ്റ ബൈ എൻ കോസ് തീറ്റ, സോറി, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോ ടേമിനെയും നമ്മൾ എൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടേം എൻ സൈൻ തീറ്റയാണ്, ബൈ എൻ കോസ് തീറ്റ വരും. എന്നും എന്നും കട്ടാവും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആര് വരും? ടാൻ തീറ്റ അല്ലേ. അപ്പോൾ എന്തെഴുതാം? ടാൻ തീറ്റ പ്ലസ് അടുത്ത ടേം എഫ് കോസ് തീറ്റയാണ്, ബൈ എൻ കോസ് തീറ്റ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. കോസ് തീറ്റ ക്യാൻസലായിട്ട് ബാക്കി എന്ത് കിട്ടും? എഫ് ബൈ എൻ എന്ന് കിട്ടും. ശരിയാണോ? ഇനി ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ എൻ കോസ് തീറ്റ ബൈ എൻ കോസ് തീറ്റയാണ്. ഫുൾ കട്ടായി പോവും, 1 കിട്ടും. മൈനസ് അടുത്തതാരാ? എഫ് സൈൻ തീറ്റയാണ്. എഫ് സൈൻ തീറ്റ ബൈ എൻ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റയാണ്. പിന്നെ ആരുണ്ട്? എഫ് ബൈ എൻ ഉണ്ട്. അപ്പോൾ എഫ് ബൈ എൻ അതേപോലെ എഴുതി. എന്നിട്ട് എന്തെഴുതി? ടാൻ തീറ്റ. ഓക്കെ, ടാൻ തീറ്റ. ക്ലിയർ ആയോ? എൻ സൈൻ തീറ്റ ബൈ എൻ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. എഫ് കോസ് തീറ്റ ബൈ എൻ സൈൻ തീറ്റ എടുക്കുമ്പോൾ തീറ്റ ക്യാൻസലായിട്ട് എഫ് ബൈ എൻ വരും. താഴെ എൻ കോസ് തീറ്റ ബൈ എൻ കോസ് തീറ്റ ചെയ്യുമ്പോൾ 1 വരും. എഫ് സൈൻ തീറ്റ ബൈ എൻ കോസ് തീറ്റ ചെയ്യുമ്പം സൈൻ തീറ്റ ബൈ കോസ് തീറ്റയുടെ ടാൻ തീറ്റയും എഫ് ബൈ എൻ അതേപോലെയും വരും. ഇവിടെ ആരുണ്ട്? ഒരു മാറ്റവും ഇല്ല, വി സ്ക്വയർ ബൈ ആർ ജി. ക്ലിയർ? ഇനി ഇതിനകത്ത് എഫ് ബൈ എൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. മ്യൂ ആരാ? മ്യൂ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ക്ലിയർ?
അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ടാൻ തീറ്റ പ്ലസ് മ്യൂ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, അത്രമാത്രം. വി സ്ക്വയറിൽ നമുക്ക് കിട്ടേണ്ടത്, വി സ്ക്വയറിൻ്റെ കൂടെ ഉള്ളതിനെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോരാമല്ലോ. അപ്പം നമുക്ക് എന്ത് കിട്ടും? വി സ്ക്വയർ ഈക്വൽ ടു ആർ ജി, പിന്നെ ആരാ ഉള്ളത്? ടാൻ തീറ്റ പ്ലസ് മ്യൂ ബൈ 1 മൈനസ് ടാൻ തീറ്റ. ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, ഈ ആർ ജി നേരെ ഇപ്പുറത്തേക്ക് വരും. ബാക്കി ആരുണ്ട്? ടാൻ തീറ്റ പ്ലസ് മ്യൂ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഓക്കെ, ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്തേക്കാന്ന്. മ്യൂ ടാൻ തീറ്റയാണ്. ഇവിടെ ഒരു മ്യൂ ഉണ്ട് കേട്ടോ, വിട്ടുപോരുതേ. ടാൻ തീറ്റ പ്ലസ് മ്യൂ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ക്ലിയർ അല്ലേ? ഇവിടെ ഒരു മ്യൂ ടാൻ തീറ്റ ഉണ്ട്, ഇവിടെ ഒരു മ്യൂ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആരെ മതി? വി മതി അല്ലേ? വി കിട്ടിയാൽ മതി നമുക്ക്. വി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കുക. ആർ ജി വിത്തിൻ ബ്രാക്കറ്റ് ടാൻ തീറ്റ പ്ലസ് മ്യൂ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. കഴിഞ്ഞു. ഇതെന്താ സംഭവം? മാക്സിമം സ്പീഡ് ടു അവോയ്ഡ് skidding. This is the maximum speed to avoid skidding. ഇമ്പോർട്ടൻ്റ് ആണേ, പഠിച്ചോണേ, പഠിക്കാതിരിക്കരുത് കേട്ടോ. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ 2 പാർട്ടായിട്ടല്ല വരുന്നത്, ഒറ്റ പാർട്ടായിട്ട് ചോദിക്കും. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം സ്പീഡ് ടു അവോയ്ഡ് സ്കിഡിങ് ഇൻ ബാങ്ക്ഡ് റോഡ് എന്ന് പറഞ്ഞ് ഒറ്റ ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ നമുക്കിത് ചോദിക്കാം. അപ്പോൾ ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡയഗ്രാം വരച്ചിട്ട് തന്നെ എഴുതണം, എന്നാലേ ക്ലിയർ ആവത്തുള്ളൂ. ഈ ഡയഗ്രാം വരച്ചിട്ട് എഴുതാവുള്ളൂ, എന്നാലേ ക്ലിയർ ആവത്തുള്ളൂ. അങ്ങനെ ഒരു സിംഗിൾ ക്വസ്റ്റ്യനായിട്ടാണ് വരുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ ഡയഗ്രത്തിന് 1 മാർക്കും ബാക്കി ഡെറിവേഷന് 2 മാർക്കുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. പക്ഷേ ക്വസ്റ്റ്യനിൽ എന്ത് ചോദിച്ചിട്ടുണ്ടാകില്ല? ഡയഗ്രാം വരയ്ക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ ക്വസ്റ്റ്യൻ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡയഗ്രാം വരച്ചിട്ട് എഴുതുക. 3 മാർക്ക് നമുക്ക് സെക്യൂർ ആയിരിക്കും, ഒട്ടും തന്നെ പോകാതെ നമുക്ക് കിട്ടും. അതുമല്ല, ഡയഗ്രാം വരച്ചിട്ട് എഴുതുമ്പോഴാണ് നമുക്കൊന്നും കൂടി ക്ലിയർ ആകുന്നത്, എഴുതാനും ഒന്നും കൂടി നമ്മളൊന്ന് കോൺഫിഡൻ്റ് ആകുന്നത്. ഇതിൻ്റെ ഈ ഫിഗർ, ഈ സ്കീമാറ്റിക് ഡയഗ്രാം ഒന്ന് വരച്ചിട്ട് എഴുതുമ്പോഴാണ്. ഇനി ജസ്റ്റ് ചിലപ്പം ഒരു 1 മാർക്കിനായിട്ട് ഫൈനൽ എക്സ്പ്രഷൻ മാത്രമേ ചോദിക്കത്തുള്ളൂ. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ടു അവോയ്ഡ് ദ സ്കിഡിങ് ഓൺ ബാങ്ക്ഡ് റോഡ് എന്നേ ചോദിക്കത്തുള്ളൂ. എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ടു അവോയ്ഡ് സ്കിഡിങ് ഓൺ ബാങ്ക്ഡ് റോഡ്. അങ്ങനെയാണെങ്കിൽ കൂടുതലൊന്നും ചെയ്യാൻ പോകണ്ട, എന്ത് മാത്രം ചെയ്താൽ മതി? ഈ ഫൈനൽ ഇക്വേഷൻ മാത്രം നേരിട്ടങ്ങ് എഴുതിയിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് വന്നാലും ഒരു 4 മാർക്കോ അല്ലെങ്കിൽ 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 5 മാർക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് സെക്യൂർ ആക്കാൻ പറ്റും. ഇന്ന് തന്നെ എഴുതി പഠിച്ചോണം കേട്ടോ, ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യരുതേ. എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും. ഇനി സ്റ്റേറ്റിന് നമുക്ക് പബ്ലിക് എക്സാം ആയതുകൊണ്ട് പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. CBSEക്ക് ആണെങ്കിൽ നമുക്ക് ബോർഡ് എക്സാം ഇല്ല, പബ്ലിക് എക്സാം അല്ല. പക്ഷേ ഒട്ടുമുക്കാലും സ്കൂൾസിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇടാറുള്ളതാണ്, കാരണം ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിനി കൂടുതൽ സബ്ജക്ട്സിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഒരു ലൈക്ക്, ഒരു ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.